കാത്തു നിൽക്കുന്നവരുടെ പ്രത്യാശയ്ക്കായി അവൻ വീണ്ടും വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി കാണാമെന്നുള്ള പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ലോകത്തിലെ ആരും മനുഷ്യവർഗത്തിന് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല. ആ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഭാരത്തിന്റെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, വേർപാടിന്റെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ ആശ്വസിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും വേവിച്ചാനെയും ഒക്കെ ദൈവമേ നീ അവിടുന്ന് ഇടയാക്കണമേ. സംസ്കാര ശുശ്രൂഷ തക്ക സമയത്ത് നടത്തുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിക്കുകയും എല്ലാവരും കൂടി വരുവാനും കാണുവാനും ഇടയാക്കുകയും ചെയ്യണമേ. ഇയ്യോബ് പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ നിന്റെ മകളെ യാത്ര അയപ്പാനും കർത്താവ് വീണ്ടും വരുമ്പോൾ നിത്യതയുടെ തുറമുഖത്ത് ഒരുമിച്ച് കാണാമെന്നുള്ള ഹല്ലേലൂയ ആത്മീയ പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ദുഃഖത്തിൽ നിന്ന് എല്ലാവരുടെയും കണ്ണുനീരിനെ തുടച്ചു കളയണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. മാതാവിനെ എനിക്ക് മുൻപ് തന്നെ അറിയാം. ഇവിടെ വേവിച്ചാരി കുടുംബമായിട്ട് അറിയാം. ഞാനിവിടെ ഞങ്ങളുടെ ഭവനങ്ങളാണിതല്ല. ഞാനിവിടെ വന്നു ചേർന്നപ്പോഴാണ് പ്രിയപ്പെട്ട എൻ്റെ മകൾക്ക് ശാരീരികമായ ക്ഷമതകേട് ഉണ്ടായിരുന്നു മനസ്സിലായത്. എന്നാലും ഞാൻ ആ വീട്ടിൽ കയറുമ്പോൾ പലപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അതിനുള്ളതായിരിക്കുന്ന ശക്തി ഇല്ലാതെ വളരെ വിഷമസന്ധിയിലായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നിന്റെ തൻ്റെ മകളെ ശുശ്രൂഷിക്കുന്നതിനൊക്കെ എത്രമാത്രം സമയമെടുത്തിരുന്നത്. ഒരു കാലത്തൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഈ ഭവനത്തെ പോറ്റുവാനായിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ ബേബിച്ചാറിൻ്റെ ആയിട്ടിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് താമസമായി കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട ഈ ആളുകളെയൊക്കെ കാണാനായിട്ട് ഞാൻ സമയമെടുത്തത്. ഇവരെല്ലാം ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. പ്രിയപ്പെട്ടതിൻ്റെ മകളുടെ വേർപാട് ദുഃഖവും വിഷമവുമാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ ഓരോരുത്തരും ഇതുപോലൊരു കിടക്കയിലായിരിക്കും. നാം എല്ലാവരും ഈ വഴിയായിട്ട് പിരിഞ്ഞു പോകേണ്ടി വരും. എൻ്റെ മകളിപ്പോൾ 1:30 ശുശ്രൂഷ നടത്തി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകും. നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെടുന്ന പ്രാർത്ഥനയോഗങ്ങളുടെയും പ്രധാനിക്കുന്ന അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തും. തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ കൂടാരമായ ഞങ്ങളുടെ ഭവനവും അവന് കഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവൻ ഞങ്ങൾക്ക് മീതമുണ്ട്. അതിൽ ഞങ്ങൾ വസ്ത്രം ഇല്ലാത്തവരായിരുന്നാലും നീതിയുടെ വസ്ത്രം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ചേർത്തു. അവിടെ പ്രിയപ്പെട്ട അതിൻ്റെ മകൾ ഈ കൂടാരമായിരിക്കുന്ന ഭൗമ ശരീരം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൗതിക ശരീരം മാത്രമാണ് ഇവിടെ ഉള്ളത്. കൊലോസ്യ ലേഖനം 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാം അവനോട് തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടതിൻ്റെ മകൾ കഷ്ടതയുടെ വേളകളിൽ, ചലനശേഷി ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ കഷ്ടതയുടെ ആ അനുഭവത്തിൽ, കണ്ണുനീരിൻ്റെ അനുഭവത്തിലും ദൈവം തൻ്റെ അടുക്കിലേക്ക് തൻ്റെ മകളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. ഒക്കെയും ദൈവം തുളയ്ക്കട്ടെ. നിത്യമായിരിക്കുന്ന ആശ്വാസം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാം. ഈ വാക്കുകൾ കൊണ്ടൊന്നും കസർത്ത് കാണിച്ചാൽ ആരും ആശ്വാസം പറയത്തില്ല. എന്നാൽ ദൈവമൊക്കെ കൂടിയിരുന്ന ദൈവത്തിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് ഇടയാകണം. ആ ഒരു കാഴ്ചപ്പാടും അനുഗ്രഹവും പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം ഇടയാകണം. പ്രിയപ്പെട്ട അതിൻ്റെ മകളുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, പ്രിയപ്പെട്ടവരായ എല്ലാവരും, സ്വന്തക്കാരും ബന്ധുക്കളും ചർച്ചക്കാരുമായിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ. പ്രത്യേകിച്ച് ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുശോചനവും രേഖപ്പെടുത്തുകയും പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ കർത്താവേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ മക്കളുടെ വേർപാടിൽ ദുഃഖവും വേദനയുണ്ട്. താവേ, ഞങ്ങൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ നിന്റെ മക്കൾ ഇവിടെ താമസിക്കുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്ത് സഞ്ചരിക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥന യോഗങ്ങൾക്കൊക്കെ വന്ന് ഈ ഭവനങ്ങളിലൊക്കെ വന്നു ചേരുവാനായിട്ട് ഇടയാക്കി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വ്യഭിച്ചാരി പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ സർവാശ്വാസവും നൽകി നീ അവിടുന്ന് സമാധാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ നിന്റെ മകനോടുകൂടി ഉണ്ടായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളായിട്ടുള്ളവർ ദൂരെയൊക്കെ ആയിരുന്നവരൊക്കെ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കും. എന്നാൽ കർത്താവെ നിന്റെ മകളെ വന്ന് കണ്ട് വളരെ ആദരവൊക്കെ പ്രകടിപ്പിക്കുവാൻ നിന്റെ മക്കൾക്കൊക്കെ ഇടയാക്കി നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നു ചേരുന്നവരൊക്കെ നിന്റെ മകളെ കണ്ട് അഭിവാദ്യം മുൻപോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുശ്രൂഷ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപ്താൻ സഹായിക്കണമേ. പ്രകൃതിയൊക്കെ ക്രമീകരിച്ച് കർത്താവേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് വേർപാടിന്റെ വേദനകളിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടിയിരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ തക്ക സമയം നടക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമാറാകണമേ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നല്ലദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ലദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ, എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ, മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അമ്മച്ചി സുഖമില്ലാതെ അനേക ദിവസങ്ങൾ ഈ ഭവനത്തിലായിരുന്നു. വന്ന് കാണുവാനും പ്രാർത്ഥിപ്പാനൊക്കെ സ്വർഗ അവസരം ഒരുക്കി.
പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ പദത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ സമയം ആയപ്പോൾ കർത്താവ് ചേർക്കപ്പെടുവാനായിട്ടിടയായി. മരണം നിശ്ചയമാണ്, പക്ഷേ സമയം നിശ്ചയമല്ല. സമയമായപ്പോൾ കർത്താവ് ഒരിക്കൽ സ്ഥലത്തേക്ക് ചേർക്കപ്പെടുവാനായിട്ടിടയായി. ഒരു മനുഷ്യന്റെ ജീവിതം രണ്ട് കരച്ചിലുകളുടെ നടുവിലാണ്. ഒന്ന്, കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞു കരയും, മരിക്കുമ്പോൾ മറ്റുള്ളവർ കരയും. പക്ഷേ ഈ രണ്ട് കരച്ചിലുകളുടെ നടുവിലാണ് ഒരു മനുഷ്യന്റെ ജീവിതം. 115 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. പ്രത്യാശയുള്ള ഒരു ജീവിതത്തിലേക്ക് ഓരോ ദിവസവും ആയിരിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. എന്താണ് ഭക്തൻ പ്രത്യാശയുണ്ട്, മരണത്തിലും പ്രത്യാശയുണ്ടെന്ന് പറയുവാൻ കാരണം? ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ലോകാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു വിശ്രമത്തിലേക്കാണ് ഒരു ഭക്തൻ പോകുന്നത്. സഭയുടെ പേരിലുള്ള എല്ലാം പ്രത്യാശയും ദുഃഖവും നേരുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് അറിയിച്ചത് ദൈവമേ, അപ്രത്യാശ കർത്താവേ വാക്കുകൾക്കായ വചനത്തിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഏറിയ വർഷം കർത്താവേ, അമ്മച്ചി ഈ ദേശത്ത് കർത്താവെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ചില നാളുകൾ രോഗത്താൽ കർത്താവെ കിടക്കയിലായിരുന്നു. എന്നാൽ കർത്താവ് തക്ക സമയമായപ്പോൾ ആ നിത്യതയിൽ ചേർക്കപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കി. എല്ലാ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, തലമുറകളൊക്കെ തക്ക സമയത്ത് കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. സ്ത്രീകളെയൊക്കെ അനുകൂലമാക്കി ദൈവം തന്നല്ലോ. കർത്താവെ, അതിനെ ദൈവദാസന്മാരെ ബലപ്പെടുത്തിയാൽ കടന്നു വരുവാനുള്ളവരെല്ലാം തക്ക സമയത്ത് കടന്നു വന്ന് ദൈവ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവർ ബന്ധുമിത്രാദികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിച്ചുകൊള്ളുകയും എന്ന ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിന്റെ വചനം, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഈ ലോകം തരുന്നത് പോലെയല്ല നൽകിച്ചത് ദൈവം. ദൈവികമായ സമാധാനം ഉള്ളിൽ പകർന്ന് ദൈവത്തെ നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടന്നു എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ശുശ്രൂഷകളെല്ലാം തീരുമാനിക്കുകയും
കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മൂടി പോലെ കൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്, ഷേക്കൈനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്, പ്രകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ, സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ